ഇയാളെ അറിയാന്നാ പറയുന്നത്. ആരാ അറിയാന്നേ? ഏതാ അവന്റെ പേര് പറഞ്ഞു? അബിഗേൽ. അപ്പൊ അബിഗേലിനെ അറിയാമെന്നാ പറയുന്നത്. ഒരു ഹായ് പറഞ്ഞ അബിഗേല്. ഓക്കെ, ബാക്കിൽ ഇരിക്കുന്ന ആരെങ്കിലും അറിയാവോ? ഇസാഖിന് അവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അറിയാൻ നോക്കിയേ. ഒബേദിനെ അറിയാമോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഈ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പൊ എന്താ പറയാനുള്ളത്? പറഞ്ഞോ. നിന്റെ ഹോബി ചെസ്സിൽ. യാത്ര ചെയ്യാൻ ഇഷ്ടം ബസ്സിൽ. അവനെത്തി VBS. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നല്ല ഒരു തന്നെയാണ് ടോണി പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ കൂട്ടുകാരോട് എന്താ പറയാനുള്ളത്? നീ പരീക്ഷയ്ക്ക് കഷ്ടപ്പെട്ടു, ലീവ് കിട്ടി, അവൻ രക്ഷപ്പെട്ടു. അവൻ ഇഷ്ടപ്പെടുന്ന പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ ടോണി വളരെ രസികനാണ്. ഓക്കെ, കൂട്ടുകാർ ടോണി ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നോക്കിയേ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെയാണ് നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്നത്? VBSലാണല്ലേ? ഇപ്പൊ നമ്മുടെ VBSന്റെ അവസാനത്തെ ദിവസം നിശാന്തിനൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ VBSന്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ ഉള്ളിൽ ഒരു ജീവനുണ്ട് അല്ലേ? ജീവനുണ്ട്. ആരെ തന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു. അത് ദൈവമാണ്, അത് സത്യമാണ് അല്ലേ? ദൈവമാണ് നമുക്ക് ജീവൻ തന്നത് അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണ് നാം ഇവിടെ ഓടുന്നത്, ചാടുന്നത്, പാട്ട് പാടുന്നത്, ടോണിയെ കാണുന്നത് അല്ലേ? ശരിയല്ലേ? ജീവൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിന്ന് സകലവും ചെയ്യാൻ സാധിക്കുന്നത്. ഈ ജീവൻ തന്നത് ദൈവമാണ്. എന്നാ കൂട്ടുകാരെ, നമ്മൾ തന്നെ നമുക്ക് ദൈവമായി ദാനമായി നൽകിയ ഈ ജീവൻ നഷ്ടപ്പെടുത്താറില്ലേ പല ഘട്ടങ്ങളിലും? ഇങ്ങനെയെല്ലാം ആയിരിക്കും. ടോണിക്ക് അറിയാമോ? എന്താ പറഞ്ഞോ? വെരി ഗുഡ്. ലഹരിയുടെ ഉപയോഗത്തിലൂടെ നമ്മുടെ ജീവൻ നഷ്ടമാകുന്നുണ്ട് അല്ലേ? എത്രയോ കൂട്ടുകാർ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ കാണുന്നില്ലേ? ബാക്കിലേക്ക് കാണുന്നുണ്ടോ? കാണുന്നല്ലോ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ പറഞ്ഞു. വെരി ഗുഡ്. ഇത് ബലൂൺ ദീർഘിക്കാറുണ്ട്. അന്ന് ഇതിന് നിറമെന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഞാൻ ഈ ബലൂണിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇതിനെ ഒരു നല്ല ബലൂണാക്കാൻ പറ്റിയത്? നീളത്തിലുള്ള ബലൂണാണ്. ഇതിനെ വീർപ്പിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു രൂപമാണ് കിട്ടിയത്. എനിക്ക് വേണമെങ്കിൽ ഇതിന് വേറൊരു രൂപമാക്കി മാറ്റാൻ സാധിക്കും. വേണമെങ്കിൽ പട്ടിയാക്കാം, ഒരു പൂച്ചയാക്കി മാറ്റാൻ സാധിക്കും. നോക്കിയതാ. ഞാൻ പറഞ്ഞു ഇത് എയറടിച്ച ബലൂണാണ്. ശരിയല്ലേ? കാണുന്നുണ്ടോ? എല്ലാരും നോക്കി, ശരിക്കും നോക്കി. എന്താ പട്ടിക്കുട്ടിയായി അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബലൂൺ ഇത് എയറടിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ബലൂൺ ഒരു പട്ടിക്കുട്ടിയാക്കാൻ പറ്റിയത് അല്ലേ? അതുപോലെ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മാരാണ്? മനുഷ്യരാണെന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ ഉള്ളിലും ഒരു എയർ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വായു പുറന്തള്ളുന്നത്, നമ്മൾ സ്വീകരിക്കുന്നത്. ശരിയല്ലേ? ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ് പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ബലൂൺ ഉണ്ടാക്കാൻ പറ്റിയത് അതിൽ വായു ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു ജീവനുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആരാണ് നമുക്ക് ഈ ജീവൻ തന്നത്? വെരി ഗുഡ്. ഇനി മാർഗമായി മുന്നിലൊന്നുമില്ലടാ, ചോർന്നു ആകെ മൊത്തം വീണു വേണ്ട ഈ ജീവിതം നിനക്കിനി. തീർന്നു ചോർന്നു ആകെ മൊത്തം വീണു വേണ്ട ഈ ജീവിതം നിനക്കിനി. ഇങ്ങനെയുള്ള ചൊല്ലുന്നില്ല എന്ന് പരിഹാസമാക്കിയ സാധ്യമേ അസാധ്യമായി ഇനിയൊന്നുമില്ലെന്നേ. സാധ്യമേ അസാധ്യമായി ഇനിയൊന്നുമില്ലെന്നേ. ഓടും ഞാൻ, ഉയരും ഞാൻ, ദൈവത്താൽ മുന്നേറും നല്ലൊരു ജീവിതം എനിക്കിനി. ഓടും ഞാൻ, ഉയരും ഞാൻ, ദൈവത്താൽ മുന്നേറും നല്ലൊരു ജീവിതം എനിക്കിനി. എന്നുമെന്നും ദൈവത്തോട് കൂട്ടുകൂടി സഞ്ചരിച്ച സാധ്യമേ അസാധ്യമായി ഇനിയൊന്നുമില്ലെന്നേ. സാധ്യമേ
ദൈവത്താലാൽ അസാധ്യമായി തീർന്നൊന്നുമില്ലെന്നേ സാധ്യമേ ദൈവത്താലാൽ അസാധ്യമായി തീർന്നൊന്നുമില്ലെന്നേ സാധ്യമേ ദൈവത്താലാൽ അസാധ്യമായി തീർന്നൊന്നുമില്ലെന്നേ. ഇവരുകൾ എല്ലാം നന്നായി കളിച്ചു. അനുസരിച്ചെന്നാലും ജീവിതം സേഫിടാൻ വചനം അനുസരിച്ചെന്നാലും ജീവിതം കൂടാൻ വചനം അനുസരിച്ചെന്നാലും ജീവിതം സേഫിടാൻ വചനം അനുസരിച്ചെന്നാലും ജീവിതം കൂടാൻ ജീവിതം കൂടാൻ വചനം അനുസരിച്ചെന്നാലും ജീവിതം സേഫിടാൻ വചനം അനുസരിച്ചെന്നാലും ജീവിതം രാജ്യം സുന്ദരമേ യേശുരാജൻ വാഴും സ്ഥലം സ്വർഗരാജ്യം സുന്ദരമേ യേശുരാജൻ വാഴും സ്ഥലം പാപമില്ല ഒരു ശാപമില്ല മൈതാനമില്ല നിത്യമരണമില്ല പാപമില്ല ഒരു ശാപമില്ല മൈതാഹമില്ല നിത്യമരണമില്ല സ്വർഗരാജ്യം സുന്ദരമേ യേശുരാജൻ വാഴും സ്ഥലം സ്വർഗരാജ്യം സുന്ദരമേ യേശുരാജൻ വാഴും സ്ഥലം നീ പെട്ടുപോയി ഇനി രക്ഷയില്ലടാ നീ തോറ്റുപോയി കൂടെ ആരുമില്ലടാ നീ തോൽവിയായി കൈവച്ചതൊക്കെയും ഇനി വാസമായി മുന്നിലൊന്നുമില്ലടാ ചെയ്തു നീ സ്വന്തം നീ ആകെ മൊത്തം വീടു നീ വേണ്ടേ ജീവിതം നിനക്കിനി തീർന്നു നീ സ്വന്തം നീ ആകെ മൊത്തം വീടു നീ വേണ്ടേ ജീവിതം നിനക്കിനി ഇങ്ങനെയുള്ള ചൊല്ലി നിന്നെ ഒന്നും പരിഹാസമാക്കിയ
സാധ്യമേ എന്ത് വന്നാലെല്ലാം അസാധ്യമായി ഇനിയൊന്നുമില്ലെന്നേ സാധ്യമേ എന്ന് ദൈവത്താലെല്ലാം അസാധ്യമായി ഇനി ഒന്നുമില്ലെന്നേ ഓടുന്ന ഉയരുന്ന ദൈവത്താൽ ഉയർന്ന നല്ലൊരു ജീവിതം എനിക്കിനി ഓടുന്ന ഉയരുന്ന ദൈവത്താൽ ഉയർന്ന നല്ലൊരു ജീവിതം എനിക്കിനി എന്നുമെന്നും ദൈവത്തോട് കൂട്ടുകൂടി സഞ്ചരിച്ചു സാധ്യമേ ദൈവത്താലെല്ലാം അസാധ്യമായി ഒന്നുമില്ലെന്നേ സാധ്യമേ ദൈവത്താലെല്ലാം അസാധ്യമായി ഒന്നുമില്ലെന്നേ സാധ്യമേ ദൈവത്താലെല്ലാം അസാധ്യമായി ഇനി ഒന്നുമില്ലെന്നേ. എന്റെ വരം ഒരു മേൽ വെച്ചു കൊള്ളുക, അവൻ പിന്നെ പുലർത്തും. യാക്കോബ് 1:5. നിങ്ങളിൽ ഒരുത്തൻ ജ്ഞാനം കുറവാകുമെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായി ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. മത്തായി 19:26. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവം സകലവും സാധ്യം എന്ന് പറഞ്ഞു.